എടാ സുമേഷേ, എന്തല്ലടാ ഇഞ്ഞപ്പാടാ ഇനി ഗൾഫിലേക്ക് തിരിച്ചു വന്നേ? ഞാൻ ഈ ആഴ്ച തന്നെ പോടാ, വന്നിട്ട് 2 മാസമായില്ലേ. ഇനി ഈ ലീവിന് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത എപ്പോൾ എനിക്ക് ലീവ് കിട്ടുക? അടുത്തപ്പോൾ എനിക്ക് വർഷത്തിൽ എനിക്ക് 1 മാസമല്ലടാ ലീവ്. അപ്പം ഞാൻ 2 വർഷത്തിൽ 2 മാസം എടുക്കും. അത് തന്നെ പോലെ കൈയും കാലും പിടിക്കണം. ഇനി ശരിക്കും ദുബായ്ക്കാരൻ തന്നെ കേട്ടാ. ആടാ അങ്ങനെ പറഞ്ഞേ? അല്ല ഇഞ്ഞെന്തിനാ നാട്ടിൽ നിന്ന് കൂളിംഗ് ക്ലാസ് ഇട്ട് കിടക്കുന്നത്? എടാ അത് വെയിലല്ലടാ, പിന്നെ എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ ഇടുന്നത്. ഓ, നമ്മൾ നാട്ടിൽ ആരും കണ്ണിന് പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് അന്തന്മാരായിട്ടല്ല നടക്കുന്നത്. എടാ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കൂളിംഗ് ഗ്ലാസ് ഒരു വീക്ക്നെസ്സാണ്. അതുപോലെ തന്നെ എനക്കോ. പിന്നെ ഈ ആളുകൾക്കിടയിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് നടക്കണമെങ്കിൽ ഒരു പ്രത്യേക ചങ്കൂറ്റവും കോൺഫിഡൻസും വേണം. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് വീക്ക്നെസ്സും കോൺഫിഡൻസും ഒക്കെ ആവാം. ഇനി ഇതെന്ത് കേട്ടിട്ടാടാ? ഇനി പറഞ്ഞ ചങ്കൂറ്റവും കോൺഫിഡൻസ് എല്ലാം ഞമ്മക്ക് കൊണ്ട് മോനെ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് ഇട്ടാൽ ചേരുവും വേണോ. ഇനി കുറേ നേരം ഡയലോഗ് അടിക്കുന്നത്, ഇതൊന്ന് ഇട്ട് നോക്കിയേ. എന്നിട്ട് പറ ബാക്കി. ഞാനിടക്കെടുക്കുന്നു, ഇഞ്ഞിടക്കെടുക്കുന്നു. എടാ ഞാൻ കുറേ കാലമായിട്ട് വിദേശത്തുള്ള ആളാ. ഞങ്ങളാടുന്ന് എല്ലാവരും കണ്ണടിട്ട് നടക്കും, ഒരു പ്രശ്നമില്ല ആയിരിക്കും. ഇവിടെ വന്ന് കണ്ണടിട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ അലവലാദികൾ പറയും ഓൻ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞമ്മക്കെല്ലാവർക്കും അറിയാം ഇനി കൂളിംഗ് ഗ്ലാസ് ഇടുന്നത് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടാണ്. നിർത്ത് എന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ പോട്ടെന്നാലേ. അല്ല പോലെ നീ നമ്മളെ ശ്രീകാന്ത് വെച്ചിട്ട് പോയിനാ? പോയിനെ. നീ പോലെ കൂളിംഗ് ഗ്ലാസ് കളവുള്ള ഷർട്ടിലേക്ക് ഇട്ടാ പോയേ? അല്ലടാ, വല്ലാത്തൊരവസ്ഥയായിട്ടിരിക്കില്ല ഓൻ്റെത്. ഇതാ പറഞ്ഞ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചോടിക്കണം. എന്തായാലും വളരെ നന്നായടാ. ഇനി ഓർമ്മിച്ചിട്ട് ശ്രീകാന്തിൻ്റെ വീട്ടിൽ പോയല്ലോ. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? അല്ല ഇഞ്ഞല്ലിപ്പം വലിയ ആൾക്കാരല്ലടാ. പുതിയ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് പഴയ കാര്യങ്ങൾ ഓർത്തല്ലോ. ഇനി പറഞ്ഞാലേ ശരി തന്നെ സുജീഷേ. ഞാൻ ദുബായി പോയി ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കോടീശ്വരമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ പഴയ ബന്ധങ്ങൾ മറക്കാൻ പറ്റുമോടാ? എനിക്കൊരു കാര്യം അറിയോ, പഴയ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് സ്വർണ്ണം പിച്ചക്കാരനായാലും അവൻ്റെ കൂടെ നമ്മളുണ്ടാവും. എന്ന് വെച്ചാൽ പുതിയ ബന്ധങ്ങൾ മോശമെന്നല്ല, പുതിയ ബന്ധങ്ങൾ വജ്രവും. ഈ വജ്രങ്ങൾ സ്വർണ്ണത്തിൽ മാത്രമേ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് പഴയ ബന്ധങ്ങളൊന്നും വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല മോനെ. നീ ആളൊരു മഹാനായി മാറിയിരിക്കുന്നു. പിന്നെ സമ്മതിച്ചിനടാ. പാവടാ, ഓൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഒരു കുട്ടിയുണ്ട്, പിന്നെ ഓൻ്റെ ഓളാണെങ്കിൽ ഭയങ്കര സുന്ദരിയാണ്. അതൊരു ശരിയാ. ഓനുള്ളവരും തന്നെ ഒരുപാട് ഞാർമ്മന്മാരെ സഹിച്ചിന്. ഇനിയിപ്പോൾ ഞാർമ്മന്മാരുടെ എണ്ണം കൂടുമല്ലോ. അല്ല എൻ്റെ അടുത്ത് ഓളെ നമ്പർ ഉണ്ടേനാ? എനിക്കെന്തിനാ? അല്ലടാ, ഞാൻ ഈ ആഴ്ച ദുബായിൽ പോവാണല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ഇടയ്ക്കൊക്കെ ഓളെ വിളിച്ചിട്ട് ആശ്വസിപ്പിക്കാമല്ലോ. അതിന് അവളെ ആശ്വസിപ്പിക്കാൻ ഇവിടെ നാട്ടിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നീ ഇങ്ങനെ ദുബായിൽ നിന്ന് വിളിച്ച് ആശ്വസിപ്പിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അല്ലടാ, അഥവാ എനക്കൊരു ബിരിയാണി കിട്ടിയാലോ? അവളുടെ നമ്പറൊക്കെ ഞാൻ തരാം. പക്ഷെ എൻ്റെ ഭാര്യേൻ്റെ നമ്പർ ഇനി എനക്കൊന്ന് തരണം. അതെന്തിനാ? നീ ഈ ആഴ്ച ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരൂ. അതുകൊണ്ട് എനക്കും ഒരു ബിരിയാണി കിട്ടിയാലോ? സ്വന്തം കാര്യം വന്നപ്പോ തോന്നിയാസോ, മറ്റുള്ള കാര്യം പറയുമ്പോ ബിരിയാണി അല്ല. ദുബായ്ക്കാരോടാ കളി? അവൻ്റെ ഒരു സ്വർണം വജ്രവും.